പ്രിയ ദൈവജനമേ, വിശുദ്ധ ബൈബിളിൽ നിന്ന് ആത്മതത്വം പറയുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ഡിറ്റോ വടക്കൻ ഹക്കീക്കാവ്. ഹൗ വിൽ ബി പ്രേ? എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം? സഭാ പ്രാർത്ഥന നടത്താം, സഭയിൽ കൂട്ടായ പ്രാർത്ഥന നടത്താം, കൂട്ടായ്മ നടത്താം, വീട്ടു പ്രാർത്ഥന നടത്താം. പക്ഷേ ഒരു പ്രാർത്ഥന മുറി കയറിയിരുന്ന് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായൊരു ബന്ധം പുലർത്തുന്ന ദൈവത്തോട്, അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, അവർക്കെല്ലാം ദൈവവുമായി വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. അബ്രഹാം എവിടെ ചെന്നാൽ അവിടെ യാക്കോബിടം ഉണ്ടായിരുന്നു. ദൈവമായ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. സ്തോത്രം. അബ്രഹാം, ഇസ്ഹാക്കും, യാക്കോബിനൊക്കെ സ്തോത്രം. അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, എൻ്റെയും ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയണം. സ്തോത്രം. ലൂക്കോസ് 12:9 പറയുന്നു, യാചിപ്പിനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പിനെന്നാൽ കണ്ടെത്തും, മുട്ടുവിനെന്നാൽ തുറക്കപ്പെടും. സ്തോത്രം. മത്തായി 6:8 പറയുന്നു, നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. ചിന്തിക്കുകയും നിനക്ക് ചെയ്തു തരുവാൻ പ്രാപ്തിയുള്ള ദൈവം ജീവിക്കുന്നു. യേശുക്രിസ്തു ജീവിക്കുന്നു. സ്തോത്രം. സ്തോത്രം. പിതാവിൻ തന്നെയിലേക്ക്, ദൈവത്തിൽ തന്നെയിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ പുതുവഴി തുറന്നത്, വേർപാടിനടിച്ച് പിടിച്ചു കളഞ്ഞുകൊണ്ട് പുതുവഴി തുറന്നത് യേശുക്രിസ്തുവാണ്. സ്തോത്രം. യേശുവും ദൈവവുമായി ബന്ധമില്ലാത്ത നമുക്ക് ക്രിസ്തുവിലൂടെ അദ്ദേഹത്തിന് ബന്ധം ലഭിക്കാം. ക്രിസ്തു ദൈവത്തിന് അടുത്ത ഭാഗത്തിരുന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥത അണുകയാണ്, അപേക്ഷിക്കുകയാണ്. ഒരു കൊല്ലം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ക്കുമോ നോക്കാം. വളമെല്ലാം കൊടുത്തോളാം, ഫലം കായ്ക്കണമെന്ന് നോക്കാം, എന്നിട്ട് വീട്ടിക്കറിയാം. സ്തോത്രം. അല്ലാതെ കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ ഫലം ലഭിക്കുവാനാണ് ചെത്തി വെടിപ്പാകുന്നു. സ്തോത്ര സ്തോത്ര സ്തോത്രം. പ്രയർ ഈസ് വെഹിക്കിൾ. വാഹനമാണ് പ്രയർ. ഫെയ്ത്ത് ഈസ് ഫ്യൂവൽ. പ്രാർത്ഥനയും വിശ്വാസം ഉണ്ടെങ്കിൽ വിടുതലാണ്, എവിടെയും വിടുതലാണ്. സ്തോത്രം. യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനുമാണ്, സമ്പൂർണ്ണ ദൈവമാണ്, എന്നാൽ സമ്പൂർണ്ണ മനുഷ്യനുമാണ്. യേശുക്രിസ്തു അത്തിയുടെ അടുത്തെത്തി. അത്തി കണ്ടപ്പോൾ വിചാരിച്ചു എല്ലാ ഇലകളൊക്കെ അങ്ങനെ പുഷ്ടിച്ച് നിൽക്കുന്നുണ്ട്, എന്നാൽ ഇലകളൊക്കെ അങ്ങനെ പച്ചാർത്ത് നിൽക്കുന്നുണ്ട്. കണ്ടപ്പോൾ യേശു അത്തിയുടെ അടുത്ത് ചെന്നു, ഫലം തിരഞ്ഞു, പക്ഷെ ഒരു ഫലം കണ്ടില്ല. സ്തോത്രം. യേശുവിന് വിശക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ടായിരുന്നു. അത്തിഫലം കഴിച്ച് വിശപ്പ് മാറ്റാമെന്ന് കരുതി. എന്നാൽ യേശുവിന് വിശപ്പ് മാറ്റാൻ കഴിഞ്ഞില്ല. ഉടനെ യേശുക്രിസ്തു പറഞ്ഞു, ഈ അത്തി ഉണങ്ങിപ്പോകട്ടെ. സെക്കൻഡുകൾക്കുള്ളിൽ 6 വർഷം കൊണ്ട് വളരുന്നതാണ് അത്തിവൃക്ഷം. സെക്കൻഡുകൾക്കുള്ളിൽ ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു, എങ്ങനെയാണ് ഈ അത്തി ഉണങ്ങിയത് ഇത്ര പെട്ടെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതിനപ്പുറം നിങ്ങളും ചെയ്യും. ദൈവത്തെ വിശ്വസിച്ചാൽ, യേശുവിനെ വിശ്വസിച്ചാൽ, പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചാൽ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പാപം അകറ്റാൻ ഇറങ്ങി വന്ന് യേശുക്രിസ്തു ശപിച്ചു, കാരണം ഫലം കണ്ടില്ല. നമ്മിൽ ഓരോരുത്തരും ദൈവം ഫലം കാണുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്ര 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 സ്തോത്രം സ്തോത്രം. മർക്കോസ് യാക്കോബ് 1:6. വിശ്വാസത്തോടെ യാചിക്കണം, സംശയിക്കുന്നതിന് കാറ്റടിച്ചലയുന്ന കടവത്തിലേക്ക് തുല്യസമൻ. ഇങ്ങനെയുള്ളവരും ദൈവത്തിൽ നിന്നും എന്തെങ്കിലും ഒരിക്കലും ചിന്തിക്കരുത്. വിശ്വസിക്കുന്നതിന് സകലതും കഴിയും. സംശയം എന്താന്തരം പിശാചിൻ്റെയാണ്. വൈരാഗ്യം, കോപം, അസൂയ നിരത്തി വെച്ച് പിശാചെ സൂക്ഷിക്കുന്നത്. ഒരു കമ്പി തേഞ്ഞത് വെച്ചു, അതിൻ്റെ തേഞ്ഞ കമ്പിയിലില്ലാത്ത കമ്പി, അതിനെ ഒരു ലക്ഷമാണ് ലക്ഷമാണ്. സംശയം എന്ന ഉപയോഗിച്ചത് ഈ സംശയം എന്ന രോഗം, സംശയം എന്ന അവയെ ഒറ്റയ്ക്ക് കിട്ടി. സംശയം എന്ന പ്രശ്നം ഉണ്ടാക്കാൻ പിശാച് താൻ എൻ്റെ ദൈവമാണ്, പിശാച് ഞാനും, പിശാചിന് എൻ്റെ ദൈവമാണ് കൂട്ടായ്മ, ഫെല്ലോഷിപ്പ്. പിശാചിന് ഞാനും എൻ്റെ ദൈവവുമായാണ് കൂട്ടായ്മ, ഫെല്ലോഷിപ്പ്. പിശാചിനായിട്ടല്ല, ദൈവമായിട്ടാണ് നമ്മുടെ ഫെല്ലോഷിപ്പ്, കൂട്ടായ്മ. പിശാചിനായിട്ടല്ല. സ്തോത്രം. അന്ന് ആവളമില്ലാത്ത നേരത്ത് പിശാച് തരികയും ആ തോട്ടത്തിൻ്റെ ഫലം തിന്നാൻ നടുവിൽ നിൽക്കുന്ന നക്ഷത്രത്തിൽ മാത്രം എന്തും തിന്നരുതെന്ന് പറഞ്ഞു.
അത് തിന്നാൽ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. അവ തിന്നു. എന്നിട്ട് ആദാമിനും കൊടുത്തു. ആദാമി എഴുന്നൂർത്തായി. സ്തോത്രം. മാനവകുലം മുഴുവൻ ശാപത്തിന് കീഴായി. കാരണം സംശയം. ആദാമിനെ അല്ല ഹവ്വ സംശയിച്ച്, വൃക്ഷത്തെ അല്ല ഹവ്വ സംശയിച്ച്. ഹവ്വ സംശയിച്ചത് ദൈവത്തെയാണ്. ദൈവത്തിൻ്റെ ആലോചന തെറ്റിച്ചു, ദൈവത്തിൻ്റെ പ്രോഗ്രാം തെറ്റിച്ചു. സ്തോത്രം. അപ്പോൾ അതിൽ നിന്ന് ദൈവത്തെ പോലെ ആകാമെന്നൊരു വാഗ്ദത്തം പിശാച് കൊടുത്തു. അത് വിശ്വസിച്ചു ഹവ്വ. സ്തോത്രം. ആദാമി എഴുന്നൂർത്തായി. സ്തോത്രം. സ്തോത്രം. ഒരു ദിവസം 6 മണിക്കൂർ പ്രാർത്ഥിക്കും. 13 ലക്ഷം പേരാണ് സഭയിൽ. പോളിയോ ഗീച്ചവൻ്റെ സൗത്ത് കൊറിയ സഭയിൽ 13 ലക്ഷം വിശ്വാസികൾ. സ്തോത്രം. പോളിയോ ഗീച്ച ഒരു ദിവസം 6 മണിക്കൂർ പ്രാർത്ഥിക്കും. സ്തോത്രം. പ്രാർത്ഥന കഴിയാത്ത ഒന്നുമില്ല. എത്ര വലിയ കടുത്ത പ്രശ്നമായാലും പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, ദൈവസന്നിധി കടന്നു വരുന്നെങ്കിൽ ദൈവം ആലോചന പറഞ്ഞു തരും. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിച്ചാൽ, ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ജീവിച്ചാൽ ദൈവം ആൾക്ക് വിടുകയും ഉപേക്ഷിക്കുമില്ല. പ്രശ്നങ്ങളില്ല, പ്രതിസന്ധികളില്ല, പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടില്ല, കഷ്ടത്തില്ല എന്നല്ല. യേശു പറഞ്ഞു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെട്ടു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമുക്ക് പൂർത്തിവരുത്താനും പൂർത്തിവരുത്തുന്നതിനും സഹസമ്പൂർണ്ണതയുടെ ഉടമായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കാം, സൂക്ഷിച്ച് നോക്കാം. യേശുവിനെ മാതൃകയായി കണ്ടുകൊണ്ട് നമുക്ക് മുന്നേറാം. സ്തോത്രം. 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 സങ്കീർത്തനം 1:2. ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നത് ഭാഗ്യവാന്മാർ. സങ്കീർത്തനം 1:3. അവൻ ആറ്റടിക്കുന്നിരിക്കും, തക്ക സമയത്ത് ഫലം കായ്ക്കും, നിലപാട തുച്ഛം പോലെ ഇരിക്കും. സ്തോത്രം. സ്തോത്രം. വിശ്വാസം വർദ്ധിച്ച് സ്തോത്രം. ഇപ്പോൾ യോഗിച്ച് പറഞ്ഞിരിക്കുക, വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിന്റെ സംരക്ഷണത്തിൻ്റെ മതിലും പണിയുകയാണ്. എഫെസ്യർ 6:10 സർവായുധവർഗം ധരിക്കുവിൻ. സ്തോത്രം. സ്തോത്രം. വിശ്വാസം എന്ന് പരിചയമെടുത്ത് കൊള്ളുവിൻ. സർവായുധവർഗം വേണം, വിശുദ്ധ വിശ്വാസം എന്ന പരിചയം വേണം. ശത്രുവിൻ്റെ അമ്പ് തടയാൻ യേശു പറഞ്ഞു, നിന്റെ ശിരസിൽ പിശാച് കയറാതെ നിറഞ്ഞിരിക്കുന്ന വിശ്വാസമുണ്ട്. ഹൃദയത്തിനകത്ത് ചിന്താമണ്ഡലത്തിൽ നിറഞ്ഞിരിക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് കടലിൽ പോകാമെന്ന് പറഞ്ഞാൽ സംഭവിക്കും. അവൻ മക്കൾക്ക്, ദാസന്മാർക്ക് ആഹാരം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ദൈവത്തിന് എന്നോടുള്ള ഉടമ്പടി ഓർക്കുന്നു. പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി, ബ്രെഡ് എടുത്ത് ഉടമ്പടി ഓർക്കുന്നു. ബ്രെഡ് എടുത്ത് യേശു ഉടമ്പടി ഓർക്കുന്നു. മേശയ്ക്ക് ശിഷ്യന്മാരിയ്ക്കുന്നു, യേശു അപ്പം എടുക്കുന്നു, വാഴ്ത്തുന്നു. അപ്പം കയ്യിലുള്ള ഉടമ്പടി ഓർക്കുന്നു. നിൻ്റെ അപ്പത്തെ വെള്ളത്തെ അനുഗ്രഹിക്കും, രോഗത്തെ മാറ്റും. 3 മേശയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ പ്രാർത്ഥനാ മുറി പ്രാർത്ഥിക്കണം. വ്യക്തിപരമായ ബന്ധമാണ് ദൈവമായിട്ട്, യേശുവായിട്ട്. പുറപ്പാട് പുസ്തകത്തിലുണ്ട്. പുറപ്പാട് 23-25. ഭക്ഷണമേശയാണ് എൻ്റെ രോഗം ഭീതി മാറ്റിയത്. എൻ്റെ ശത്രുക്കളെ എൻ്റെ മുമ്പിൽ നിന്ന് ഓടിക്കും. ഈ ഭക്ഷണം അങ്ങ് തന്നതാണ്. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കുകയില്ല. സ്തോത്രം. സ്തോത്രം. ആഭിചാരം മന്ത്രവാദം ചെയ്യുന്നവരെയും നിനക്കെതിരെ വാദിക്കുന്ന ശക്തി പിശാച് മനുഷ്യനെ മുന്നിൽ ഉണ്ടാക്കുന്ന ഉടമ്പടി വാദിക്കുകയാണ്. നിന്നെ തകർക്കുക, എന്നെ തകർക്കുക. നീയും നിന്റെ ദൈവവുമായൊരു ഉടമ്പടിയുണ്ട്. ചെയ്യാൻ 14:14. നിനക്ക് രോഗമുണ്ടാകുന്ന യാതൊരായുധം ഫലിക്കുകയില്ല. നിന്റെ രോഗങ്ങൾ നിന്റെ നടുവിൽ നിന്ന് നീ അകറ്റും. നീ പ്രതീക്ഷിച്ചു നിന്റെ രോഗങ്ങൾ നിന്റെ ഭക്ഷണമേശയിൽ പൊട്ടി മാറും. നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഭക്ഷണമേശ